ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെക്കേഷൻ ആയതുകൊണ്ട് എഴുന്നേക്കാനൊക്കെ ലേറ്റാണ് കേട്ടോ. എന്തായാലും ഒരു 7-7:30 ആവും. പിന്നെ രാവിലെ എഴുന്നേറ്റ് അത് കോഫിയൊക്കെ ഇട്ടു. ഇനി രാവിലെ മോൾക്ക് സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവളെ വിടുന്നതിന് മുന്നേ എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണം. സമയം രാവിലെ ഒരു 7:30 പപ്പയും മോനും അവിടെ രാവിലത്തെ പത്രം വായനയിലാണ്. പിന്നെ എനിക്ക് മോളെ റെഡിയാക്കി വിടണം. അപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കൊടുക്കില്ല, കാരണം ഒത്തിരി രാവിലെ അങ്ങനെ കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൊടുക്കും, പിന്നെ സ്നാക്കായിട്ട് എന്തെങ്കിലും കൊടുത്തു വിടുകയും ചെയ്യും കേട്ടോ. കാരണം സ്വിമ്മിങ് കഴിയുമ്പോഴേക്കും ഒരു 10 മണിയൊക്കെ ആവും. അപ്പം നന്നായിട്ട് വിശക്കുമല്ലോ. പിന്നെ കുറച്ച് നേരം ട്രാവലും ഉണ്ട്, ഒരു അരമണിക്കൂറുണ്ട് ഇവിടെ എത്താൻ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് കൊടുത്തു വിടും. ഇന്നിപ്പോൾ ക്യാരറ്റാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് റെഡിയാക്കി. അപ്പോൾ അവർ തിരിച്ചെത്തുന്ന സമയം കൊണ്ട് എൻ്റെ കിച്ചണിലെ ജോലികളൊക്കെ തീർക്കണം. അപ്പോൾ കുറച്ച് ജീരകവെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി മാവ് ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു ഇഡ്ഡലി ഉണ്ടാക്കാൻ. അതിൻ്റെ കൂടെ ഞാനൊരു തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് തേങ്ങ ചേർക്കാത്ത തക്കാളി ചട്നി. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സവോളയുടെ പകുതി, ഒരു ഇച്ചിരി വലിയ സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു 10 ചെറിയുള്ളിയൊക്കെ എടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് എടുത്തു. പിന്നെ നല്ല പഴുത്ത 2-3 തക്കാളി എടുക്കുക. ചെറിയ സൈസൊക്കെ ആണെങ്കിൽ 3 എണ്ണം എടുക്കാം. അതല്ല ഇച്ചിരി ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ 2 എണ്ണം മതി. ഓക്കെ, അതൊന്നിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചട്നിയിൽ മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് പച്ചമല്ലി. തക്കാളിയുടെയും പച്ചമല്ലിയുടെയും ഒരു ടേസ്റ്റാണ് ഈ ചട്നിയിൽ മെയിനായിട്ട് ഉണ്ടാവുന്നത് കേട്ടോ. നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ്. പിന്നെ കുറച്ച് വാളംപുളി വേണം. അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാട്ടെ. എത്രത്തോളം പുളി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും വെള്ളം തിളച്ചു. നമുക്ക് തട്ട് വെച്ച് മാവ് ഒഴിക്കാം. ഞാൻ ഓരോ തട്ട് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ ഇഡ്ഡലി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ടാമത്തെ തട്ടിൽ ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കത്തില്ലേ, അപ്പോൾ ഈ ഇഡ്ഡലിയും ഇടിയപ്പവും ഒക്കെ കുതിർന്നിരിക്കും. അപ്പോൾ എനിക്കൊന്ന് മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണത്. എനിക്ക് ഇതുവരെയും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് ഒരു അങ്ങനെ തങ്ങി നിൽക്കാതിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി ആയാലും ഇടിയപ്പം ആയാലും ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഓരോ തട്ട് മാത്രമേ വെക്കത്തുള്ളൂ. പെട്ടെന്ന് ആ ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഈ ഒരു തട്ടിലുള്ളത് വെന്ത് കിട്ടും. അപ്പോഴേക്കും അതെടുത്ത് കഴിയുമ്പം അടുത്ത തട്ട് വെച്ച് റെഡിയാക്കി എടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം. പിന്നെ നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അളവിൽ പച്ചമല്ലിയും കൂടി നന്നായിട്ട് വഴറ്റി. സവോള നല്ലപോലെ വാടണം. മല്ലിയുടെ ഒരു പച്ച ചൊവയൊന്ന് മാറി വരും വേണം. ഇനി ഇതിനകത്ത് ഞാനിന്ന് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം വറ്റൽമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം. വറ്റൽമുളക് ആണെങ്കിൽ ഒരു 4-5 എണ്ണം ഈ സവോളയുടെയും മല്ലിയുടെയും കൂടെ തന്നെ ഇട്ട് അതും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ച വാളംപുളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇതായിട്ടുണ്ട്. മല്ലിയുടെ പച്ച ചുവയൊക്കെ നന്നായിട്ട് മാറി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവേ. അപ്പം ഞാൻ ഏകദേശം ഒരു 3/4 മുതൽ 1 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ അധികം എരിവുണ്ടാവത്തില്ല. വറ്റൽമുളകാണ് ചേർക്കുന്നതെങ്കിൽ ഈ ചട്നി ഇച്ചിരി സ്പൈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റി ആ പൊടിയുടെ ഒരു ചുവയും കൂടി അങ്ങ് മാറിക്കഴിയുമ്പോഴും അരിഞ്ഞു വെച്ച തക്കാളി ഇടാം. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. അതാണ് ടേസ്റ്റ് കൂടുതൽ. ഓക്കെ, ഇനി ഇത് നല്ല പോലെ വെന്ത് വരണം. ഇതിനകത്തേക്ക് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താലും മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത് നല്ല പോലെ വെന്ത് വരട്ടെ. ഇതുപോലെ വെന്ത് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇഡ്ഡലി ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒട്ടും വെള്ളം ഒന്നും തങ്ങി നിൽക്കത്തില്ല, കാരണം ഒരു തട്ടല്ലേ വെച്ചിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്.
അതാവുന്ന സമയം കൊണ്ട് തന്നെ അടുത്ത തട്ടിൽ ഞാൻ എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി അതിനകത്തും കൂടി ഒഴിക്കാം. ചെറിയൊരു അളവിലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ ഓരോരോ തട്ട് വെച്ച് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. ഇനി നമുക്ക് തക്കാളി ചട്നി അരച്ചെടുക്കാം. അപ്പോൾ അതൊരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റായിട്ട് അങ്ങ് അരച്ചാൽ മതി. അപ്പോൾ തക്കാളി മല്ലി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് കടുക് താളിക്കണ്ട. നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ ഇങ്ങനെ തൊട്ട് കൂട്ടാനൊരു കറിയായിട്ടാണിത്, ഒരു ചട്നിയായിട്ടാണിത് ഉണ്ടാക്കുന്നത്. സാമ്പാറിൻ്റെയോ വെള്ള ചമ്മന്തിയുടെ ഒക്കെ കൂടെ ഇതും കൂടി റെഡിയാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പുളിയും തക്കാളിയുടെയും മല്ലിയുടെയും ഒക്കെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഒത്തിരി മല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചാൽ മതി. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് ഉണ്ടാക്കിയാലും മതി. അതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇനി കടലക്കറിയും കൂടി ചൂടാക്കിയെടുത്താൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇഡ്ഡലിയും കടലക്കറിയും എന്ത് കോമ്പിനേഷൻ ആണെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. ഉള്ളത് കൊണ്ട് കഴിക്കാമെന്നുള്ളേ ഉള്ളൂ. പിന്നെ ഇഡ്ഡലി ആയതുകൊണ്ട് ഞാനൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ തക്കാളി ചട്നി, അതും കൂടെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കും. ഒരു 2 ദിവസത്തേക്ക് കണക്കാക്കിയാണ് വെക്കാറുള്ളത്. അപ്പം 1/2 മണിക്കൂർ കൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ലഞ്ച് ഉണ്ടാക്കുന്നതിന് മുന്നേ സിങ്കിൽ ഇപ്പോൾ ഉള്ള പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വെക്കാം. ഇന്ന് ലഞ്ചിന് ഒത്തിരി കറികളൊന്നുമില്ല. സിമ്പിളായിട്ട് ഒരു സാമ്പാറും ഫിഷ് ഫ്രൈയും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ സാധാരണ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന പോലെ അല്ല, ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്തൊക്കെ ചെയ്യുമ്പം ചില സമയം കൂടുതലെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഇതേ ഒരു 1/4 കപ്പ് തുവരംപരിപ്പ് എടുത്തു. അതൊരു പാത്രത്തിലോ അല്ലെങ്കിൽ കുക്കറിലാണ് വേവിക്കുന്നത്, അതിനകത്തോട്ടോ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് വരാം. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഞാനൊരു 2.5 കപ്പ് വെള്ളം ആണ് ചേർക്കുന്നത്. 1/4 കപ്പ് തുവരംപരിപ്പിന് 2.5 കപ്പ് വെള്ളം. അതിനകത്തേക്ക് ഒരു വലിയ സവോളയുടെ പകുതി അല്ലെങ്കിൽ ഒരു 5-6 ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ എളുപ്പത്തിന് ഞാൻ സവോള എടുത്തു എന്നേ ഉള്ളൂ. അതിങ്ങനെ ഒന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ അളവിൽ അടച്ച് ഒരു 4-5 വിസിൽ വേവിക്കണം. പരിപ്പ് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാമ്പഴ സാമ്പാറാണ് കേട്ടോ. ഈ സീസൺ ആയിക്കഴിഞ്ഞാൽ മാങ്ങ വെച്ചിട്ടുള്ള പല പല കറികൾ, ഇപ്പോൾ പച്ചമാങ്ങയായാലും പഴുത്ത മാങ്ങയായാലും വെച്ച് ഒത്തിരി കറികൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ മാമ്പഴ സാമ്പാറാണ് കേട്ടോ. എപ്പോഴും പുളിശ്ശേരിയും
സാമ്പാറും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് നാടൻ മാങ്ങയാണ്. കുഞ്ഞ് നല്ല പഴുത്ത നാടൻ മാങ്ങയുണ്ടല്ലോ, അതാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ്. പക്ഷേ നമുക്കൊന്നും അങ്ങനെ എപ്പോഴും അത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാങ്ങ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പഴുത്ത മാങ്ങ എടുക്കുക. അപ്പോൾ ഞാനൊരു 3 ആണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്യുന്നൊന്നുമില്ല, ഇതുപോലെ തൊലി ഇങ്ങനെ ഉരിഞ്ഞ് അതുപോലെ തന്നെ ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാങ്ങയെല്ലാം തൊലി കളഞ്ഞ് വെച്ചു. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനകത്തോട്ട് 2-3 പച്ചമുളക് ചേർക്കാവേ, എരിവിനനുസരിച്ച്. ഞാനൊരു 2 ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഇച്ചിരി എരിവുള്ള മുളകായതേ. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തീരെ കുറഞ്ഞു പോകരുത് കേട്ടോ. ഈ മാങ്ങയൊക്കെ വെന്ത് ഒന്ന് ഉടഞ്ഞ് വരാനുള്ള അത്രയും വെള്ളം ഒഴിക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിന് നമുക്ക് വേവിച്ചെടുക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇതിൻ്റെ കൂടെ ഇന്ന് മത്തി ഫ്രൈ ആണ്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് വരഞ്ഞ് മസാലയൊക്കെ പുരട്ടി എടുക്കണം. ഇപ്പോൾ നമ്മൾ മീൻ വാങ്ങിക്കുന്നത് മത്സ്യഫെഡിൽ നിന്നാണ് കേട്ടോ. മത്സ്യഫെഡിൻ്റെ വണ്ടി വരും, അവർ മീൻ കൊണ്ടിങ്ങനെ ഓരോ ജംഗ്ഷനിൽ വരും. അപ്പോൾ അവിടെ പറഞ്ഞാൽ അവർ റെഡിയാക്കി തരും. അപ്പോൾ നല്ല മീനുമാണ്, ഫ്രഷ് ആയിരിക്കും. പിന്നെ എല്ലാം വെട്ടി വൃത്തിയാക്കി തരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വേറെ വലിയ പണിയൊന്നുമില്ല. വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി കഴുകിയൊക്കെ എടുത്താൽ മതി. അപ്പോൾ എല്ലാം വരഞ്ഞ് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. സാധാ മസാലയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണ എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി 10-15 മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴേക്കും സ്വിമ്മിങ്ങിന് പോയവരൊക്കെ തിരിച്ചെത്തി. അപ്പം ഞാനിന്ന് കുറച്ച് ലേറ്റാണ്. സാധാരണ അവർ വരുമ്പോഴേക്കും എൻ്റെ കിച്ചണിലെ ജോലികളൊക്കെ തീർന്നിട്ടുണ്ടാവും. ഷൂട്ട് ചെയ്തതുകൊണ്ട് ഇച്ചിരി താമസിച്ചു പോയതാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ മാങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നു. ഇനി നമുക്കിത് സാമ്പാറാക്കാം. പാനിൽ എണ്ണ ഒഴിച്ച് ഒരു സവോളയുടെ പകുതി, വലിയൊരു സവോളയുടെ പകുതി, അല്ലെങ്കിൽ ഒരു 10 ചെറിയുള്ളി ആയാലും മതി. ചെറിയുള്ളിയാണ് എപ്പോഴും സാമ്പാറിന് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അതിനകത്തേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും. ഈ മാമ്പഴ സാമ്പാർ ഞാൻ കണ്ടിട്ടുള്ള റെസിപ്പീസ് എല്ലാം തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഞാനിതിപ്പം ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തേങ്ങ ഒന്നും ഇല്ലാതെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. തേങ്ങ വറുത്തരച്ച സാമ്പാർ വേണമെങ്കിലും ഇതുപോലെ തന്നെ മാമ്പഴം ചേർത്ത് ഉണ്ടാക്കാം. അപ്പോൾ സവോളയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ. പിന്നെ കുറച്ച് സാമ്പാർ പൊടി, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്, ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്തിടാം. വഴറ്റി അതിൻ്റെ പൊടികളുടെ ഒരു ചൊവയങ്ങ് മാറണം. ഓക്കെ, പെട്ടെന്ന് തന്നെ പച്ചപ്പ് മാറിക്കിട്ടും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും സവോളയും കൂടി നന്നായിട്ട് വെന്ത ഉടഞ്ഞതാണ്. അതിനകത്തോട്ട് തന്നെ മാങ്ങ വേവിച്ച് വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കായം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സാമ്പാർ പൊടിയിലുള്ള കായം മാത്രമേ ചേർത്തിട്ടുള്ളൂ. എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന സാമ്പാർ പൊടിയിലുള്ള കായത്തിൻ്റെ അളവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. അതിപ്പോൾ ഇച്ചിരി നല്ല കട്ടിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വാളംപുളി പിഴിഞ്ഞതും കൂടി ഒഴിക്കാം. ഞാനൊരു നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള വാളംപുളി ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ജ്യൂസാണ് ഒഴിച്ചത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. പരിപ്പും മാങ്ങയും വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും പാകത്തിന് കുറുകിയൊക്കെ കിട്ടും. പിന്നെ മാങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നല്ലപോലെ അതിനകത്തോട്ട് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്കത് അടച്ചു വയ്ക്കാം. മീൻ പുരട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിരുന്നു. അതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. സാമ്പാറും ഫിഷ് ഫ്രൈയും ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഏത് ഫിഷ് ആയാലും നല്ലതാണ്. പിന്നെ നിറയെ പച്ചക്കറിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന സാമ്പാറാണെങ്കിൽ എക്സ്ട്രാ നമ്മൾ പിന്നെ മെഴുക്കുരട്ടിയോ തോരനോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ സാമ്പാറിൽ ലാസ്റ്റ് ഒന്ന് താളിച്ചൊഴിക്കണം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് താളിച്ച് നമ്മൾ നന്നായിട്ട് പാകത്തിന് കുറുകി വന്ന സാമ്പാറിലോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ മാമ്പഴ സാമ്പാർ റെഡിയായി.
നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ അതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങ വറുത്തരച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. ഏതായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ചില പഴുത്ത ഫ്ലേവറൊക്കെയുള്ള മാങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്, മാമ്പഴ സാമ്പാറും മത്തി ഫ്രൈയും. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നല്ല കടലക്കറി, തക്കാളി ചട്നി, നല്ല സോഫ്റ്റ് ഇഡ്ഡലി. അപ്പോൾ ഇതും ഈ ഒരു കോമ്പിനേഷനും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലെന്ന് പറയണം കേട്ടോ. ഊണിന് ഞാനിന്ന് വെള്ളച്ചോറാണ് വെച്ചത്. പൊന്നി റൈസ് പോലുള്ള ചോറുണ്ടല്ലോ, അതാണ് വെച്ചത് കേട്ടോ. സാമ്പാറിൻ്റെയും ഫിഷ് ഫ്രൈയുടെയും കൂടെ എനിക്ക് എന്താ സാധാ മട്ട റൈസിനേക്കാളും ഈ ചോറാണ് കുറച്ചും കൂടി നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.